എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ മനോഹർ കിരണിനെ കാണാനായിട്ട് വരുവാണ്. കാരണം മനോഹർ പിന്നീടാണ് കാര്യങ്ങളൊക്കെ അറിയണേ. ഇങ്ങനെ കിരണിനെ ഇങ്ങനെ പറ്റിക്കിടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ സാരി പറഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ അറിയണേ. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മനോഹർ എന്ത് ചെയ്യണം, കിരണിനൊന്ന് പോയി കാണാം. ഒരു പക്ഷേ എങ്കിൽ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരണം എന്നൊന്നും അറിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവൻ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് മനോഹർ എന്ത് ചെയ്യുവാണ്, കിരണിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ കല്യാണി അടുത്തുണ്ടായിരുന്നു, കിരണിന്റെ അടുത്തുണ്ടായിരുന്നു. പിന്നീട് മനോഹറിനെ കണ്ടപ്പോൾ ചോദിച്ചു, നീയോന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ കല്യാണി, ഞാൻ കിരണിനെ കാണാൻ വേണ്ടി ഒന്ന് വന്നാ, എന്നോട് ശത്രുത കാണിക്കരുത്, എനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല കേട്ടോ എന്ന് പറയണം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, നിനക്ക് നിന്റെ വീട്ടുകാർക്കൊക്കെ സന്തോഷമായല്ലോ, നിന്റെ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി കാണുമല്ലോ, നിന്റെ അമ്മായിപ്പനും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേന്ന് ചോദിക്കണം. അയ്യോ കല്യാണി, ഇങ്ങനൊന്നും പറയരുത്, എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. സത്യം പറഞ്ഞാൽ കിരണിന്റെ ഈ കിടപ്പ് കണ്ടുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്ന കാര്യമാ. ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് ആരാ ചെയ്തതെന്ന് അറിയാവോന്ന് ചോദിക്കുക. ചിലപ്പം എന്റെ അമ്മായിപ്പനായിരിക്കും ചെയ്തിരിക്കുന്നത്. കാരണം അങ്ങേരെ എതിരായിട്ടും വീട്ടിൽ വന്നിട്ടില്ല, അങ്ങേരെ എവിടെയോ മുങ്ങി നടക്കുക, പേടിച്ചിട്ടാന്ന് തോന്നേ. ഒരു പക്ഷെങ്കില് കിരണിന്റെ അച്ഛനെ പേടിച്ചിട്ടായിരിക്കും മുങ്ങി നടക്കണേന്ന് പറയാം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ആര് ചെയ്താലും കുഴപ്പമില്ല, അതിനുള്ള പ്രതികാരം ചെയ്തിരിക്കുമെന്ന് പറയണം. എന്നാലും ഓർമ്മശക്തി ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്ന കിടപ്പേ. അല്ല, കല്യാണിയെ പോലും തിരിച്ചറിയില്ലെന്ന് ചോദിക്കുക. എന്നെ ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറയണം. എന്നാലും ഇത് കുറെ കഷ്ടമായി പോയിട്ടോ എന്ന് പറഞ്ഞിട്ട് കിരണിനെ വിളിക്കുവാണ്. പക്ഷെ കിരണിന് ഒരു പ്രതികരണമില്ല. കിരൺ ഇങ്ങനെ ചുമ്മാ കുറച്ചേരം നോക്കി, എന്നിട്ട് ഈ ആരാന്ന് ചോദിക്കുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന് ഒരു കാര്യം മനസ്സിലായി. അപ്പൊ എല്ലാരും പറയും സത്യം, ഇവൻ ഓർമ്മശക്തി പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. തന്നെ കുറെ തവണ ഇട്ട് വെള്ളം കുടിപ്പിച്ചാണ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, അങ്ങനെ കിടക്കട്ടെ, അങ്ങനെ ഒരു ചിന്തയൊക്കെയായിരുന്നു മനോഹറിന്റെ മനസ്സിൽ. പക്ഷെ പുറമേ അത് കാണിക്കാൻ പറ്റില്ലല്ലോ. സങ്കടം അഭിനയിച്ചല്ലേ മതിയാവുള്ളൂ. അങ്ങനെ കുറെ സമയം സങ്കടം അഭിനയിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഓ രക്ഷപ്പെട്ടു, ഇനിയിപ്പൊ താൻ എന്ത് തരികിര പരിപാടി കാണിച്ചാലും ഇവൻ അതിന്റെ ഇടംകൊലിട്ടുകൊണ്ട് വരത്തില്ല. അല്ലെങ്കിൽ എവിടെയായാലും പോയി എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേനും ഇവൻ അതെല്ലാം വന്ന് പൊളിച്ചെടുക്കും. ഈ തവണ ധൈര്യമായിട്ട് ഇനിയിപ്പം വന്ദനയുടെ കഴുത്തി താലി അർത്താം, തനിക്കൊരു തടസ്സങ്ങളും ഉണ്ടാവില്ല. കല്യാണി അറിയാൻ പോകുന്നില്ല. ഇനിയിപ്പൊ താൻ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചാലും ഇവരാരും അതൊന്നും അന്വേഷിച്ച് വരാനും പോകുന്നില്ല. ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു മനോഹറിന്റെ മനസ്സിൽ. അങ്ങനെ മനോഹർ സന്തോഷത്തോടെ വീട്ടിലേക്ക് എല്ലുവാണ്. അപ്പോഴേക്കും സരിയ വന്നിട്ട് ചോദിച്ചു, എന്തായി മനുവേട്ടാ, അവനെ കാണാൻ പോയിട്ട് കണ്ടോന്ന് ചോദിക്കാം. കണ്ടു സരിയെന്ന് പറയാ. ഓ ആ കിടപ്പൊന്ന് കാണണ്ട തന്നെയാന്ന് പറയണേ. എന്റെ മനുവേട്ടാ, കുറെ കാലത്തിന് ശേഷം ഞാനൊന്ന് സന്തോഷിക്കണേന്ന് പറയണേ. ഞാൻ മാത്രമല്ല അമ്മ അതുപോലെ തന്നെയാന്ന് പറയണ. ആ സമയം മനോഹറിന്റെ മനസ്സിൽ ചിന്തകളൊക്കെ വന്നു. ഇത് ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടനായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുന്ന. അങ്ങനെയാണെങ്കിൽ തനിക്കിട്ട് പണി തരാനും അവൻ മടിക്കത്തില്ല. അടുത്ത പണി തനിക്കിട്ടായിരിക്കും. എന്താ മനുവേട്ട ആലോചിക്കുന്നത്? ഒന്നുമില്ല മോളൂ. അല്ല നിന്റെ അച്ഛനല്ലേ ചെയ്തേന്ന് പറഞ്ഞ. അതെ, അങ്ങനെയാണ്, സൂക്ഷിച്ചോ. മിക്കവാറും എന്നെ ഇല്ലാതാകാനും അച്ഛൻ കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. എന്താ മനുവേട്ട ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കാം. അല്ല, നിന്റെ അച്ഛൻ എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നല്ലോ, അതുപോലെ തന്നെയായിരുന്നു കിരണ്ണും. കിരണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി, അടുത്ത ഇനി എന്നെ ആയിരിക്കും എന്ന് പറയാം. അങ്ങനെയൊന്നും അച്ഛൻ ചെയ്യത്തില്ലെന്ന് പറയാം. നിന്റെ അച്ഛനായതുകൊണ്ട് എനിക്ക് ഒട്ടും വിശ്വാസമില്ലെന്ന് പറയാം. എന്റെ മനുവേട്ടൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛനാന്ന് നോക്കില്ല, എന്ത് ചെയ്യാൻ ഞാൻ മടിക്കില്ല എന്ന് പറയാണ്. ജീവനോടെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് സരിയു ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് മനോഹർ പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് വരാൻ തന്നെ ഇങ്ങ് പേടിയാ. ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിന്നാലോ എന്നാ. എങ്ങോട്ട്? അല്ല ഈ വീട്ടിൽ നിന്ന് തന്നെ മാറി നിന്നാലോന്നേ. ഇവിടെ നിന്നാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും എന്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ സംഘത്തെ മിക്കവാറും നിന്റെ അച്ഛൻ അയച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. അത് കേട്ടപ്പോൾ സരുവിനൊരു ചിന്തയെ, ഒരു ടെൻഷനായി. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ? കിരണിനെ ഈ വിധ കിടത്തിയതാണെങ്കിൽ ആ കൊട്ടേഷൻ സംഘം എന്നെ വന്നിട്ടുണ്ടെങ്കിൽ തന്റെ മനുവേട്ടനെ തീർത്ത് കളയും. അതൊക്കെ ഓർത്തിഞ്ഞിപ്പോയി ഞെട്ടലുണ്ടായത്. നോക്കാം മനുവേട്ട, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകാന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ മോളൂ, അങ്ങോട്ടേക്ക് ഇടപെടിന്ന് പോകാൻ പറ്റുന്ന കാര്യമില്ല. അതിന് കുറച്ച് താമസം കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാം എന്നൊക്കെ പറയാം. കാരണം കല്യാണ സമയത്ത് എങ്ങോട്ടെങ്കിലും മാറണം. ഇവളുടെ കൺമുന്നിലേക്ക് വരാതെ കുറച്ച് ദിവസം മുങ്ങി നടക്കണമല്ലോ. അപ്പൊ അതിനുള്ള പാത ഇപ്പോഴേ നോക്കി വെക്കണം, എങ്കിൽ മാത്രം ആ സമയത്ത് മുങ്ങാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ള ചിന്തകളായിരുന്നു മനോഹറിന്റെ മനസ്സിൽ. പിന്നീട് രാഹുലിനെ കാണാനായിട്ട് അവൻ ഗംഗാപ്രസാദ് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ ചോദിച്ചു, എങ്ങനെയുണ്ട് അവനെ കാണാൻ പോയിട്ടെന്ന് ചോദിക്കാം. കണ്ടു, പക്ഷേങ്കില് അവൻ ഇപ്പോഴും അതേ കിടപ്പ് തന്നെ കിടക്കണേ. ഞാൻ എന്തിനാ അവനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോണെന്ന് അറിയാവോ? ഒരു പക്ഷേങ്കില് ഞാനാണ് അവനെ സഹായിച്ചെന്നുള്ള കാര്യം കാർത്തിക അറിഞ്ഞോന്ന് അറിയാൻ വേണ്ടിട്ടാ. അവൾ ഇപ്പോഴും ഈ സമയം വരെ അറിഞ്ഞിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്വീകരണമായിരിക്കില്ല അവിടെ കല്യാണി ഒന്നും എനിക്ക് തരുന്നത്. ഇതുവരെയായിട്ട് ആ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല.
അത് മാത്രമല്ല എൻ്റെ ഒരു ഫോട്ടോ പോലും കാർത്തി അവിടെ കാണിച്ചിട്ടില്ലെന്ന് വേണം കരുതാനായിട്ട്. അതുകൊണ്ട് ഞാൻ നല്ല ധൈര്യത്തിൽ തന്നെ അങ്ങോട്ട് പോകുന്നേ. പക്ഷേങ്കിൽ എന്തെങ്കിലും ഒരു സമയത്ത് ഈ കാർത്തിക അറിയുവാണെങ്കിൽ അവൾ പറയും ഞാൻ ഗംഗാപ്രസാദ് എന്നുള്ള കാര്യം പറയും. അത് അപകടമാ. ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു, അല്ല കല്യാണിയോട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല, കല്യാണിക്കൊന്നും ചെയ്യാൻ പറ്റില്ലോ, ചെയ്യേണ്ടവൻ അവിടെ തളർന്നു കിടക്കല്ലേന്ന് ചോദിക്കുക. അതാ ഒരു ആശ്വാസം. അവൻ്റെ ഈ കിടപ്പിന്റെ സമയത്ത് വേണം ഇവിടെ പല കാര്യങ്ങളും ചെയ്തു വെക്കാനായിട്ട്. അവനിനി ആ കിടപ്പിൽ നിന്ന് എഴുന്നേക്കല്ലെന്ന് പറയാണ്. ഇത് കേട്ടതിന് രാഹുൽ പറഞ്ഞു, ഞാൻ എത്ര വട്ടം ഫൈറ്റിനകത്തറിയാവോ, ഈ തവണയെങ്കിലും അവനെ അത്രമാത്രം എനിക്ക് കടത്താനായിട്ട് പറ്റിയത്. ഇനിയുണ്ട്, എനിക്കൊരു ടാർജറ്റ് ഉണ്ട്. എൻ്റെ മരുമോനും പിന്നെ അവൻ്റെ അപ്പനും കിരണിന്റെ അപ്പനും അവനെ എനിക്ക് തീർക്കണം. കുറെ കാലങ്ങളായി ഞാൻ എൻ്റെ നോട്ടം വിട്ട് വെച്ചിരിക്കുന്നതെന്ന് പറയാണ്. എൻ്റെ പെങ്ങളുടെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാ എല്ലാം കൂടെ കൂടിയിരിക്കുന്നത്. ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവസാനം എല്ലാത്തിനും തീർത്തിട്ട് ആ സ്വത്തുക്കൾ എനിക്ക് കൈക്കലാക്കണം. നീ എൻ്റെ കൂടെ കൂടുവാണെങ്കിൽ നിനക്ക് നല്ലൊരു എമൗണ്ട് ഞാൻ തരാമെന്ന് പറയാണ്. ഇത് കേട്ടതും ഗംഗാപ്രസാദ് പറഞ്ഞു, അത് പിന്നെ രാഹുൽ പറയേണ്ട കാര്യമില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ കൂടെ നിന്നോളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്യണം. പക്ഷെ ഒരിടത്തും ഒരു ഫോൾട്ടും പറ്റി പോരുത്. എവിടെയെങ്കിലും എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അറിയാലോ, ആ കിരണിന്റെ അച്ഛൻ ആളത്ര ശരിയല്ല. അയാൾ ഇച്ചിരി പ്രശ്നക്കാരാണെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞെന്നൊക്കെ പറയാം. രാഹുൽ പറഞ്ഞു, അത് ശരിയാ, അയാൾ ഇച്ചിരി പ്രശ്നക്കാരൻ തന്നെയാന്ന് പറയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഓരോ ചൂടം മുന്നോട്ട് വെക്കാനെന്ന് പറയാണ്. പിന്നീട് അങ്ങനെ കുറെ സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് അവര് യാത്ര പറഞ്ഞ് പിരിയുന്നത്. ഈ സമയത്ത് കാർത്തിക് എന്താണ്, കാർത്തിക് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കാർത്തിക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോയി പർച്ചേസിങ് ഒക്കെ നടത്തിയിട്ട് വരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അയാളെ കാണുന്നേ. അവനല്ലേ നിൽക്കുന്നേ, ഗംഗയല്ലേ നിൽക്കണേ, നിങ്ങൾ നോക്കണം. അതെ, അവൻ തന്നെയാണല്ലോ. തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പത്തിനും കാർത്തിക് ഒരു പേടിയുണ്ടായി. ഒരു പക്ഷേങ്കിൽ തന്റെ പുറകെ വരുവോ ഒരു ചിന്തയുണ്ടായി. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ശരിയാണ്, അവൻ തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. പെട്ടെന്ന് കാർത്തിക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി അവൻ തന്നെ കാറെങ്ങാനും വന്ന് തടഞ്ഞെടുത്ത് തന്നെ അറ്റാക്ക് ചെയ്താലോ, തനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പെട്ടെന്ന് കാർത്തികയെ കല്യാണിയെ വിളിക്കുവാണ്. കല്യാണി വിളിച്ചപ്പോൾ കല്യാണി വെച്ച് എന്താ കാർത്തിക ചേച്ചി കാര്യം ചോദിക്കുക. അത് പിന്നെ അവനുണ്ടല്ലോ ആ ഗംഗാപ്രസാദ്, അവനെ ഞാൻ കണ്ടെന്ന് പറയണം. എന്നിട്ടോ അവൻ എന്നെ ഫോളോ ചെയ്ത് വരുവാ. കല്യാണി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാ. ചേച്ചി ഒരു കാര്യം ചെയ്യുക, കാർ നിർത്തുക വേണ്ടെന്ന് പറയണം. പക്ഷേങ്കിൽ എത്ര സമയം ഇങ്ങനെ വരാൻ പറ്റുമെന്ന് ചോദിക്കുക. ചേച്ചി വരാൻ പറ്റുന്നത്ര മാക്സിമം സ്പീഡിൽ തന്നെ പോരെ. ചേച്ചി ഒരിടത്തും വണ്ടി നിർത്തണ്ട, നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, വീട്ടിലേക്ക് വന്നാൽ മതി. ഈ വീട്ടിൽ കയറി കളിക്കാനായിട്ട് ആരും ധൈര്യപ്പെടില്ല. ഞാനിപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയാണ്. ചേച്ചി ധൈര്യമായിട്ട് പോരെ, അവനൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയാണ്. പിന്നീട് പെട്ടെന്ന് തന്നെ കല്യാണി ചന്ദ്രസേനെ വിളിക്കുവാണ്. ചന്ദ്രസേനെ വിളിച്ചിട്ട് കാർത്തികനെ കുറിച്ചെല്ലാം പറയാണ്. ഇത് കേട്ടപ്പോൾ ചന്ദ്രസേനൻ പറഞ്ഞു, അതെ കാർത്തിയോട് വിളിച്ചു പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പൊ തന്നെ ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാന്ന് പറയണം. അങ്ങനെ കാർത്തികനെ വിളിച്ച് ചേച്ചി പേടിക്കൊന്നും വേണ്ട, അതിന്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കിക്കോളൂ എന്ന് പറയണം. കുറച്ച് സമയം ഇങ്ങനെ ഗംഗാപ്രസാദ് കാർത്തിയുടെ പുറകെ തന്നെ വരുവാണ്. ഈ സമയത്താണ് ആ കാതിന് അവന്റെ ബൈക്കിന് പുറകിൽ ഒന്ന് രണ്ട് വണ്ടി വരുന്നുണ്ട്. പെട്ടെന്ന് ഗംഗ ശ്രദ്ധിച്ചു, തന്നെയാണ് അവർ ടാർജറ്റ് ചെയ്തതെന്ന് ഒരു സംശയം മനസ്സിലാക്കി വന്നു. അതെ, അതന്നെയാന്ന് തോന്നുന്നത്, ഇത് അപകടമാണെന്ന് മനസ്സിലായി. ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവളെ പിന്തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഇവിടെ ആർക്കും എന്തോ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, അതാണ് ഒരു പക്ഷെ അവർ വരുന്നത്. ഇനിയിപ്പം ആ ചന്ദ്രസേനന്റെ ഗുണ്ടകളാണോ അതോ ഇനിയിപ്പം വേറെ ആരെങ്കിലും ഏർപ്പെടുത്താനാണെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ അവിടുന്ന് ഗംഗാപ്രസാദ് അങ്ങനെ രക്ഷപ്പെടുവാണ്. അവന് മനസ്സിലായി ഇപ്പൊ ഈ സമയത്ത് ഇനി ഇവളുടെ പുറകെ പോകുന്നത് ശരിയല്ലെന്ന്. ആ സമയം വല്ലാത്തൊരു പേടിയോടും വിഷമത്തോടും കൂട്ടാണ് കാർത്തിക് നേരെ കല്യാണിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ കല്യാണം നോക്കിയിരിക്കുമായിരുന്നു. ചെന്നിട്ട് എന്താ ചേച്ചി എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിയുമ്പോൾ കല്യാണം, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, ചേച്ചി ഒരു കാര്യം ചെയ്യുക, തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കുക, ചേച്ചി താമസിക്കുന്ന വീട്ടിലേക്ക് പോകണ്ട, അങ്ങോട്ട് പോയിട്ടുണ്ട് രാത്രി ചിലപ്പോൾ അവൻ വന്നാലോ അങ്ങോട്ട്. ഇത് കേട്ടപ്പോൾ കാർത്തിക പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്നാലോ, കിരണിനും വയ്യാതെ കിടക്കല്ലേ, അവൻ എന്തെങ്കിലും ഒരു ആക്രമണം അയച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. അതൊന്നും ഓർത്ത് ചേച്ചി പേടിക്കണ്ട, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ, എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. പോരാത്തതിന് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തികയ്ക്ക് ഒരു ചെറിയ സമാധാനമൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.